രണ്ടാമത്തെ യൂട്യൂബ് വ്ളോഗാണ്. ഇന്ന് ഞാൻ ട്രിപ്പ് പോവാണ്, ഹൈദരാബാദിലേക്കാണ്. മോനെ ഒന്ന് അടിച്ചു വാരി തുടക്കുക. ഇവിടുത്തെ ഹോസ്റ്റൽ കുറച്ച് സ്കാരിയാണ്. ഇന്ന് ശില്പാരാമം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. വിമല ശാരദ, ഹലോ ഫോക്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഹൈദരാബാദ് വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്ത ആൾക്കാർ പോയി കാണുക. സോ ഇന്ന് ഞാൻ കുത്തുബ് ഷാഹി ടോംസിലാണ് പോകുന്നത്. ഇതാണ് കുത്തുബ് ഷാഹി ടോംസിൻ്റെ എൻട്രൻസ്. കുത്തുബ് ഷാഹി ടോംസ്. ഇവരിവിടെ ട്രൈപോഡ് വിടുന്നില്ല, സമ്മതിക്കുന്നില്ല. എന്താ കാരണം എന്നറിയില്ല. എക്സ്ട്രാ 50 രൂപ വാങ്ങി മൊബൈൽ ഫോണിനും ക്യാമറക്കും കൂടെ. സ്റ്റിൽ ട്രൈപോഡ് അലൗഡ് അല്ല. കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഇവിടുന്ന്, ബട്ട് ഫ്ലോപ്പായി. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് കാണുമ്പോൾ സ്ക്വിഡ് ഗെയിംസ് പോലെ ഓർമ്മ വരുന്നത്. ഒരു സ്ലോപ്പ് പോലെ അറ്റത്ത്. ഇവിടെ എന്താ? ഓ വാവ്, കുളമാണ്, കുളം. ഇവിടെ ഇതിനെന്താ പറയാന്നറിയില്ല. എന്നാൽ ഈ സ്ലോപ്പ് എന്തായിരിക്കും? അവിടുന്ന് ഇങ്ങനെ ഓടി വന്ന് കുളത്തിലേക്ക് ചാടാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുമോ? എൻ്റെ ഫ്രണ്ട് നവനീത് സജസ്റ്റ് ചെയ്ത സ്ഥലത്തേക്കാണ് ഞാൻ നെക്സ്റ്റ് പോകുന്നത്. അതായത് ഹൈദരാബാദ് വന്നാൽ മസ്റ്റായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞ സാധനമാണ് നൈസ് ജ്യൂസ് സെൻ്ററിലെ മാംഗോ മലായി. അവൻ പറഞ്ഞത് കറക്റ്റാണ്, അടിപൊളി സാധനമാണ്. ഹൈദരാബാദ് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായി കഴിക്കുന്ന സാധനമാണ്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല ഈ സാധനം. അടിപൊളി മസ്റ്റ് ട്രൈ സാധനമാണ് മാംഗോ മലായി. നൈസ് ജ്യൂസ് സെൻ്ററിലെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ വേറെ എവിടെയൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ തന്നെ പോയി കഴിച്ചു. യാ, ഇറ്റ്സ് സൂപ്പർ ഗുഡ്. സോ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഇന്നെന്തോ കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കൂടെ പോയി കാണാമെന്ന് വിചാരിച്ചു. അടിപൊളി സൺറൈസ് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്പോട്ടിലേക്ക് പോവുകയാണ്. രാവിലെ തന്നെ റാപ്പിഡോ പിടിച്ചിട്ട് തണുത്ത് വറച്ച് പോവുകയാണ്. ഒരു രക്ഷയില്ല, അടിപൊളി തണുപ്പാണ്, സഹിക്കാൻ പറ്റുന്നില്ല. സോ ഇതാണ് സ്പോട്ട്. ഇതൊരു അമ്പലമാണ്. സോ ഞാൻ പോകുമ്പോൾ ഇത് തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ടൈം ആവാത്തതുകൊണ്ടായിരിക്കുമെന്ന്. ഞാൻ 10 മിനിറ്റ് മുമ്പേ എത്തി സൺറൈസിൻ്റെ. എന്നിട്ട് ഞാൻ എന്താ പറയുക, വെയിറ്റ് ചെയ്തപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ മർഡർ നടന്നു, അതുകൊണ്ട് ഇത് ക്ലോസ്ഡ് ആണ് 10 days ആയിട്ട്.
അപ്പോൾ സൺറൈസ് കാണാൻ അകത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് തന്നെ കാണാമെന്ന് വിചാരിച്ചു സൺറൈസ്. എന്തായാലും വന്നതല്ലേ, അപ്പോൾ അങ്ങനെ. സോ സൺറൈസ് സ്പോട്ടിൻ്റെ അടുത്ത നൈറ്റുള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്, ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ലെറ്റ് മീ ഷോ യു. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ 2 വടയും ഒരു ചായയും ഒരു മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. സോ ഇതാണ് എൻ്റെ മസാല ദോശ. അങ്ങനെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുഡ് ഒരു ആവറേജ് ആണ്, ലൈക്ക് നോർമൽ റെസ്റ്റോറൻറ്റ്സ് പോലെ തന്നെ. പക്ഷേ എനിക്ക് ഫുഡിനേക്കാളും കൂടുതൽ അവിടുത്തെ ആംബിയൻസ് ഇഷ്ടപ്പെട്ടു. രാവിലെ തന്നെ നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അത് പ്രകൃതി രമണീയമായ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഞാൻ ഇന്ന് ഓൾഡ് ഹൈദരാബാദാണ് പോകുന്നത്. ഓൾഡ് ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ ചാർമിനാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിന്നെ ബിർള മന്ദിർ, ചൗമഹല്ല, പിന്നെ ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട്, ബിരിയാണി, അടിപൊളി ബിരിയാണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പോൾ റാപ്പിഡ് ഓട്ടോയിലാണ്. ഞാൻ ബ്ലോഗ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ട്രൈപ്പോഡും മൈക്കൊക്കെ കൊണ്ട് വന്നിട്ട് ഇന്നലെ മെനിയാന്നും പോയ സ്ഥലങ്ങളെല്ലാം ട്രൈപ്പോഡ് നിലവിടണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് രാവിലെ സൺറൈസ് കാണാന്ന് പറഞ്ഞ് പോയ സ്പോട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്നിപ്പോ പോകുന്ന സ്പോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, കണ്ടറിയാം. സോ ഇപ്പോൾ ഞാൻ ചൗമഹല പാലസിൻ്റെ എൻട്രൻസിലെത്തി. സോ ഇതാണ് എൻട്രൻസ്. ഇപ്പോൾ ചൗമഹല പാലസിലുണ്ട്. ട്രൈപ്പോഡ് അവർ റിസപ്ഷനിൽ വാങ്ങി വെച്ചു. അയ്യോ, ഫുൾ ശോകം. അപ്പോൾ വ്ളോഗിങ് പരിപാടിയെല്ലാം 3G ആയി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കൈയുണ്ടല്ലോ. ഇതാണ് ചൗമഹല പാലസ്. അടിപൊളിയാട്ടോ, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാണെങ്കിൽ പറ്റിയ ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ ട്രൈപ്പോഡൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ട്രൈപ്പോഡ് അവർ വാങ്ങി വെച്ചു. വിൻറ്റേജ് കാസിൻ്റെ അടുത്താണ് ഉള്ളത്. ഒരു രക്ഷയില്ല. ഞാനിത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇപ്പോൾ വണ്ടടിച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ ഇതേ മൊമെൻറ്റ് തന്നെ ഇത് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു രക്ഷയില്ല. ഞാൻ ക്ലിപ്സൊക്കെ ഞാനിടാം, വീഡിയോ ആഡ് ചെയ്യാം. ഒരു രക്ഷയില്ല. സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, ഇത് നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്.
ഞാൻ പൊതുവെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. കുറേ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഹൈദരാബാദിലേക്ക് ആരെങ്കിലും സോളോ അടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്, നടക്കൂല. ഫോട്ടോയും വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണിയായിരിക്കും. ഫോട്ടോ വീഡിയോ എടുക്കാത്ത ആവശ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഫോട്ടോ വീഡിയോ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ മുഷ്കിലായിരിക്കും. ഇവിടെ ഒരു സ്ഥലത്തും ട്രൈപോഡ് അലൗഡ് അല്ല. വീഡിയോഗ്രാഫി കുറേ സ്ഥലത്ത് അലൗഡ് അല്ല. സോ സോളോ ട്രിപ്പ് ഹൈദരാബാദ് വരണ്ട. ഇതാണ് വാച്ച് ടവർ, സോറി ക്ലോക്ക് ടവർ. വാവ്, വാട്ട് എ ബ്യൂട്ടി ബ്രോ. ഞാൻ ഹൈദരാബാദ് വരുന്നതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഹൈദരാബാദിൻ്റെ ആർക്കിടെക്ചറൊക്കെ. അപ്പോൾ നല്ല അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ഉള്ള ബിൽഡിങ്സാണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, യെല്ലോ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല സോങ്സും റീൽ റെഫറൻസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കത്തും. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം. ചൗമാല പാലസിൻ്റെ അടുത്ത് തന്നെയാണ് ചാർമിനാറും. ആ മുന്നിൽ കാണുന്ന ബിൽഡിംഗാണ്, ആ ഒരു പില്ലറാണ് ചാർമിനാർ. അതെനിക്കറിയില്ലായിരുന്നു. അത് ക്രോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് അതാണ് ചാർമിനാറെന്ന്. ഗേൾസിന് ഷോപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ചാർമിനാർ. ബാംഗിൾസ് ആണെങ്കിലും ഹാൻഡ് ബാഗ് ആണെങ്കിലും ഇവിടെ കുറേ കളക്ഷൻസ് കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വേണ്ടി ഷതാബ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് തപ്പി പോവാണ്. ആ കാണുന്നതാണ് ഹോട്ടൽ ഷതാബ്. ഇവിടെ നല്ല ഉടുക്കത്തെ തിരക്കായിരുന്നു. സീറ്റ് ഇടാൻ കുറച്ച് സമയം എടുത്തു. സീറ്റ് ഇട്ടിട്ട് ഫുഡ് ഇടാൻ വേണ്ടി അതിനേക്കാൾ സമയം എടുത്തു. ഫുഡ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ ബിരിയാണീൻ്റെ അത്രയൊന്നും വരില്ല. എനിക്ക് എപ്പോഴും നാട്ടിലത്തെ ബിരിയാണി തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ബിരിയാണി നൈസാണ്, പക്ഷേ ക്വാണ്ടിറ്റി ഭയങ്കര അധികമായിപ്പോയി. എനിക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. ഹാഫ് അങ്ങനെ തന്നെ ബാക്കിയായി. ഇത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ആണ്. അടിപൊളിയാണ്, നല്ല അടിപൊളി വ്യൂ ആണ്. ഈവനിങ് ടൈമൊക്കെ സെറ്റ് വ്യൂ ആണ്. ഇത് ഇവിടുത്തെ ഒരു IT പാർക്കാണ്, നോളജ് സിറ്റി എന്നാണ് പേര്. ഞാൻ ചുമ്മാ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഇതിന് താഴത്ത് കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. പിന്നെ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇരുന്നപ്പോഴേക്കും ഭയങ്കര കൊതുക്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്കൂട്ടായി. എന്നിട്ട് ഇപ്പോൾ ഞാൻ DLF ഫുഡ് സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ എന്നിട്ട് ബ്ലൂബെറി മലയാണ് ഇവിടുന്ന് ട്രൈ ചെയ്തത്. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് മാംഗോ മലയേക്കാളും കൂടുതൽ ഇത് ഇഷ്ടപ്പെട്ടു. നൈസ് സാധനമാണ്, മസ്റ്റ് ട്രൈ ആണ്. ഞാനിപ്പോൾ ഗോൽക്കൊണ്ട ഫോർട്ടിലാണ്. ഇവിടെ ഹൈദരാബാദ് വരുന്ന സമയത്ത് ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ ഒരാൾ പോലും വിടാതെ പറഞ്ഞ സ്ഥലമാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടായിട്ട് ഉണ്ടായിരുന്നു. സോ പക്ഷേ ഒടുക്കത്തെ വെയിലായിപ്പോയി. വൈകുന്നേരം വരണമായിരുന്നു. അപ്പോൾ ഗോൽക്കൊണ്ട ഫോർട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ, ലൈക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈവനിങ് വരാം. ഈ ഉച്ചയ്ക്ക് ഭയങ്കര വെയിലാണ്. ഇതാ കാണുന്നതാണ് ഗോൽക്കൊണ്ട ഫോർട്ടിലെ ലെജൻഡറി അയൺ വെയിറ്റ്. എന്തായാലും പൊക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. എന്തായാലും പൊക്കാൻ പറ്റില്ല, അത് ഇമ്പോസിബിൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. എന്നിട്ട് ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു വെറുതെ നടു കളയാൻ നിൽക്കണ്ട, അത് 240 kg ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാളെന്നെ പുച്ഛിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ 240 kg അല്ലേ, എനിക്ക് പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ പോയി വീണ്ടും ട്രൈ ചെയ്തു. ഒന്നും കൂടി ഒന്ന് ഹാർഡായി ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റി. So that's the end of the vlog. So in അടുത്ത vlogൽ കാണാം. Till then, thank you and bye.